പൊങ്കാലയുടെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും ചോദിച്ചത് ചിപ്പി ചേച്ചി വന്നോ എന്നാണ്. അപ്പോൾ ചിപ്പി എവിടെ എന്ന് ചോദിച്ചവരോട് ഇതാ ചിപ്പി ചേച്ചിയെ കാട്ടിത്തരാൻ വരുന്നു ശ്രുതി ശരത്. എല്ലാ വർഷവും പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു പേര് ചിപ്പി എന്നായിരിക്കും. ഈ വർഷവും അതുപോലെ തന്നെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിപ്പി ചേച്ചി എവിടെയെന്നുള്ളത്. ചിപ്പി ചേച്ചി പതിവ് പോലെ തന്നെ പതിവ് സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും പൊങ്കാല ഇടുന്നത് അല്ലേ? അതെ, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പം ക്ഷേത്രത്തിന് അടുത്താണ്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരാറുണ്ട്. അപ്പം അതുകൊണ്ട് എത്രാമത്തെ വർഷമായി ചേച്ചി വന്നിട്ട്? പൊങ്കാല ഒരുപാട് വർഷമായി. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു എത്ര കൗണ്ട് എന്നുള്ളത് നോക്കുന്നത്. ഒരുപാട് വർഷമായിട്ട് ഞാൻ സ്കൂൾ ഡേയ്സ് തൊട്ട് വരുന്നതാണ്, അപ്പം അത്രയും വർഷമുണ്ട്. ആ ഒരു വർഷത്തെ ഇത്രയും വർഷത്തെ ഒരു മാറ്റം എങ്ങനെ ചേച്ചി? തിരക്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഓരോ വർഷം. നിങ്ങൾക്കും അറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം വരുമ്പോൾ ഉള്ള, അതും ഒരുപാട് ദൂരത്തുനിന്നുള്ളവർ വരുന്ന, ഞാനും ചാനലിലൊക്കെ കാണാറുണ്ട്, ന്യൂസിൽ കാണുമ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ 2 ദിവസമായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഓരോ വർഷവും നമ്മളിപ്പോൾ ഒരു പൊങ്കാല നിവേദ്യം അർപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹ സഭയിലും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? ചേച്ചി എങ്ങനെയാണ് സാധാരണ ഈ തവണ ഏതാണ് എന്ത് നിവേദ്യം അർപ്പിക്കുന്നത്? അമ്മയ്ക്ക് പായസം ഉണ്ട്, വെള്ളച്ചോറ്, പയറ്. സാധാരണ സ്ഥിരം അത് തന്നെയാണോ അല്ലെങ്കിൽ ഓരോ? ഇല്ല, ചിലപ്പോൾ തെരളി എല്ലാം ഉണ്ട്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുമ്പോൾ അതങ്ങ് ഫിക്സ് ചെയ്യും. ഈ വർഷവും ഇപ്പം എന്തെങ്കിലും പ്രത്യേകമായിട്ടാണോ ഇങ്ങനെ, അതോ സാധാരണ പോലെ തന്നെ ആറ്റുകാലമ്മയെ കാണുന്നുണ്ട്? അങ്ങനെ ഈ വർഷത്തെ കുറച്ചും കൂടെ ഒരു സ്പെഷ്യൽ തുടരും റിലീസുണ്ട് ഉടനെ, അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയും ഉണ്ട് അമ്മയോട്. നന്നായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ. എങ്ങനെ കാണുന്നു ആ ഒരു ചിത്രത്തെ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കങ്ങ് തിയേറ്ററിൽ കണ്ടോളാൻ വയ്യാതിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ലാലേട്ടൻ ശോഭന ചേച്ചി കോംബോ ഒക്കെ കുറേ നാൾ കൂടി കാണുമല്ലോ. അപ്പം ഞാനും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും അതങ്ങ് തിയേറ്ററിൽ വരാൻ വെയിറ്റ് ചെയ്യാണ്. ഉടനെ വരും. ശരി, ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പം അധികം സമയമില്ല പൊങ്കാലയ്ക്കാണെങ്കിലും. അതെ, ഇനിയിപ്പോൾ അധികം മണിക്കൂറില്ല പൊങ്കാല ഇടാൻ വേണ്ടി. ഞാൻ അങ്ങോട്ട് പോയി. വളരെ നന്ദി ചേച്ചി. അപ്പോൾ ചിപ്പി ചേച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചിപ്പി ചേച്ചി ഉള്ളിടത്തേക്ക് തപ്പിപ്പോയി നമ്മുടെ ശ്രുതി കാണിച്ചു തന്നെ കണ്ടില്ലേ. അതുപോലെ പ്രേക്ഷകർ ഇപ്പോൾ കുറേ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. ദിലീപ് ആർ പൂവത്തിൽ ചിപ്പി ചേച്ചി എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്ദേശം ഇടുന്നുണ്ടായിരുന്നു. ചിപ്പി ചേച്ചിയെ കാണിച്ചു തരാൻ ഒരു പ്രേക്ഷകൻ വേണ്ടി വന്നു. പ്രേക്ഷകനും വാർത്തയും തമ്മിൽ അകലമില്ലാത്തതാണല്ലോ നമ്മുടെ റിപ്പോർട്ടറിന്റെ സവിശേഷത. അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്ത് അകലം, നമ്മൾ എല്ലാവരും ഒരേപോലെ ഒന്നിച്ച് പോവുകയല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് എത്താം. അവിടെ തോറ്റംപാട്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, പാണ്ഡ്യരാജാവിന്റെ വധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.